എല്ലാ സീനും ഇഷ്ടമായി. ഏറ്റവും നല്ല സീൻ ഞാൻ കള്ളുടിക്കുന്ന സീനാണ്. എല്ലാവരും ചോദിക്കുന്നതാണ്. ഇപ്പം ഇവൻ ശരിക്കും കള്ളുടിക്കില്ല കേട്ടോ. ഇപ്പം ചിലർ കാണുമ്പോൾ പറയും എനിക്ക് ആദ്യമേ അറിയായിരുന്നു നീ കൊണ്ടുപോകുന്ന്, പക്ഷെ ഇത്രയ്ക്ക് വിചാരിച്ചില്ല. അപ്പൊ നമ്മളത് വളരെ സീരിയസ് ആയി അത് എന്ത് വർത്താനത്തെ രസങ്ങൾ നിങ്ങൾ പറയണേന്ന് നോക്കണേ. അപ്പൊ ഞാൻ നോക്കും, ഞങ്ങൾ നോക്കിയപ്പോ അതൊരു കോമഡി ആയി മാറിയ പോലെ അത് സത്യത്തില് സീരിയസ് ആയി പറഞ്ഞ കാര്യം എല്ലാവരും ചിരിക്കുന്നു. ആഹാ വെരി ഗുഡ്. എല്ലാവരും എന്നെ ഇപ്പൊ വിളിക്കുന്നത് ലിച്ചി ലിച്ചി എന്നാണ്. എൻ്റെ അമ്മ വരെ ലിച്ചിങ് വന്നേ. ജോഷി സാറ് വന്നിട്ടുണ്ടായിരുന്നു, ശ്രീമലി സാറ് വന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഇങ്ങനെ ഞങ്ങള് ടെണ്ണമ്മല് എന്തൊരു ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ എന്നൊന്ന്. ഞാൻ മുടി വെട്ടിയിട്ടുണ്ട്, പിന്നെ നേരെ ഇല്ല. നന്നായിരുന്നു, എന്തായാലും കൊള്ളാൻ കളിക്കണ്ടെന്നൊന്ന്. ആക്ച്വലി പ്രൊഫഷണലി ഞാനൊരു നഴ്സാണ്. അപ്പൊ എന്ത് കേട്ടാലും ചിരിച്ചോണ്ട് ചേട്ടയില്ല ഇരിക്കുക, അങ്ങനത്തെ ഒരു ആരായിരുന്നു. പിന്നെ അവസാനം ചിരി കേട്ടിട്ട് ദേഷ്യമായി തുടങ്ങി കേട്ടോ. എന്നാലും എല്ലാവരും പറയും മോളെ ചിരി കാണുമ്പോൾ എൻ്റെ എല്ലാ രോഗവും മാറി, ഒരു സന്തോഷമായി. ജയസൂര്യ ഉണ്ടല്ലോ, ആള് വിളിച്ചിരുന്നു. ഞങ്ങളപ്പോൾ അത്യാവശ്യം ഒരു എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെച്ചത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഓരോ കൂട്ടുകാരന്മാർ വിളിക്കുന്നുണ്ട്, എടാ നന്നായിട്ടുണ്ടെന്ന് ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പൊ ചിലപ്പോൾ ചിലർ വിളിച്ചു കഴിയുമ്പോൾ പറയും വലിയ വലിയ ആൾക്കാരുടെ പേരൊക്കെ പറയാ. അവരൊറ്റയടിക്ക് നമ്മളാദ്യം സാറേ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയും നല്ല സുഖമെന്ന് പറയും. അപ്പൊ നമ്മള് അത് കാരണം ചെറിയൊരു പേടിയിലാണ് അതിൽ ഫോണെടുത്തത്. എല്ലാവരും എന്നെ ഇപ്പൊ വിളിക്കുന്നത് ലിച്ചി ലിച്ചി എന്നാണ്. എൻ്റെ അമ്മ വരെ ലിച്ചിങ് വന്നേ. ഭയങ്കര നല്ല റെസ്പോൺസാണ് എല്ലാവർക്കും. എൻ്റെ ചില സീൻ എല്ലാ സീനും ഇഷ്ടമായി. ഏറ്റവും നല്ല സീൻ ഞാൻ കള്ളുടിക്കുന്ന സീനാണ്. എല്ലാവരും ചോദിക്കുന്നതാണ്. ഇപ്പം ഇവൻ ശരിക്കും കള്ളുടിക്കില്ല കേട്ടോ. ശരിക്കും മെറിൻ്റെയൊക്കെ ഇഷ്ടമാണ്, അല്ലാണ്ട് റീസൺ അടിച്ചിട്ടില്ല. പക്ഷെ 10 മണി കഴിയുമ്പോൾ ആ മൈൻഡാണ് നടക്കുമ്പോൾ. അതാ പിന്നെ ഒന്നും വേണ്ട, ലിജോ സാറാണ് കൂടിയല്ല. അപ്പം എങ്ങനെയാ എത്ര വേണ്ടതെന്ന് സാറ് പക്കിയിട്ട് പറഞ്ഞുതരും. ഈവൻ റിവ്യൂസർ നോക്കുവാണെങ്കിൽ ഒരു റിവ്യൂ ആണ്, നിങ്ങൾ പാലായിലെ അച്ചായമരത്തിക്കാലം വെട്ടിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് കുറേ കമൻസ് ആയിട്ടായിരുന്നു. ഞാൻ കുടിക്കില്ല കേട്ടോ, വേണമെങ്കിൽ ട്രൈ ചെയ്യാം. എനിവേ ലിച്ചീനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഈവൻ കുറേ ആക്ടേഴ്സ് വിളിച്ച് വിഷ് ചെയ്തായിരുന്നു, അതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ലൈഫിൽ ആഗ്രഹിച്ചിട്ടുണ്ട് അത് പഠിക്കുന്ന സമയത്തൊക്കെ. പിന്നെ ജോലി, പുറത്തേക്ക് പോവുക, ആ ഒരു ഡ്രീംസ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ലൈഫിൽ ഒരു ഇടിവെട്ട് പോലെ വന്നതാണ് ഈ ഫിലിം. അപ്പോൾ അത് എൻ്റെ ലൈഫേ മാറ്റി മറിച്ചു എന്നൊക്കെ പറയാം. ഞാൻ പണ്ടെന്തോ ആഗ്രഹിച്ച സ്വപ്നങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക എന്ന് തന്നെ അത് പറയാണ്. അത് ഫിലിം വിചാരിക്കുമ്പോൾ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കണം ലിച്ചി ഒരു സപ്പോർട്ടീവ് ക്യാരക്ടറാണ് പെപ്പയുടെ. പക്ഷെ ഇവർ എന്നോട് പറഞ്ഞത്, ഫിലിമിൽ വിളിച്ചപ്പോൾ ആദ്യം സംസാരിച്ചത് ഫ്രൈഡേ ഫിലിംസിലെ ആൾക്കാരായിരുന്നു, ഹീറോയിനായിട്ടാണ്. സ്ക്രിപ്റ്റ് വായിച്ചിട്ടപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ക്യാരക്ടർ ഏതെന്ന് എനിക്കറിയില്ലായിരുന്നു. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ 2-3 നടിമാരുടെ പേര് പറഞ്ഞപ്പോൾ ഇതിലേതെങ്കിലും ആയിരിക്കും ഞാൻ. അവസാനം പറഞ്ഞ ലിച്ചിയാണ്. സ്ക്രിപ്റ്റ് പകുതി വായിച്ചിട്ടുള്ളൂ. ഫുള്ള് വായിച്ചപ്പോൾ ഓഹോ ഇതാണല്ലേ ട്വിസ്റ്റ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചിലർ കാണുമ്പോൾ പറയും എനിക്ക് ആദ്യമേ അറിയായിരുന്നു നീ കൊണ്ടുപോകുന്ന്, പക്ഷെ ഇത്രയ്ക്ക് വിചാരിച്ചില്ല. അപ്പോൾ ഞാനും അതേ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ അതെ ഭയങ്കര എക്സൈറ്റഡ്. ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ എന്ന് വെച്ചാൽ സപ്പോർട്ടീവായി വരുന്ന ക്യാരക്ടർ, പെപ്പനേക്കാളും പ്രായം കൂടിയ ക്യാരക്ടർ. അത് പെട്ടെന്ന് വന്ന ഒരു വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് അങ്ങോട്ട് ഫിലിം പോകുമെന്ന് പറയുകയാണെങ്കിൽ സന്തോഷമുണ്ടായി. ഓക്കെ, ചിരി എന്ന് പറയുകയാണെങ്കിൽ ആക്ച്വലി പ്രൊഫഷണലി ഞാനൊരു നഴ്സാണ്. അപ്പം എന്ത് കേട്ടാലും ചിരിച്ചോണ്ട് ചേട്ടയില്ല ഇരിക്കുക, അങ്ങനത്തെ ഒരു ആരായിരുന്നു. പിന്നെ അവസാനം ചിരി കേട്ടിട്ട് ദേഷ്യമായി തുടങ്ങി കേട്ടോ. എന്നാലും എല്ലാവരും പറയും മോളെ ചിരി കാണുമ്പോൾ എൻ്റെ എല്ലാ രോഗവും മാറി, ഒരു സന്തോഷമായി, സംതൃപ്തിയായി. പിന്നെ ഇപ്പൊ കുറച്ച് നേരത്തെ ഇതിന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ജയസൂര്യ ഉണ്ടല്ലോ, ആള് വിളിച്ചിരുന്നു. ഞങ്ങളപ്പോൾ അത്യാവശ്യം ഒരു എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി, എല്ലാവരും അഭിനയിച്ചവരൊക്കെ ഒരുപാട് ആൾ പറഞ്ഞ്. സത്യത്തിൽ എനിക്കൊരു മണ്ടത്തരം പറ്റി. ജയസൂര്യന് ഞാൻ ഇങ്ങനെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ചെറുതായിട്ട് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെച്ചത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഓരോ കൂട്ടുകാരന്മാർ വിളിക്കുന്നുണ്ട്. അധികം പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണായിരുന്നു. അപ്പോൾ അവർക്ക് നമ്പർ ഇപ്പോൾ തപ്പിയിട്ട് എടാ നന്നായിട്ടുണ്ടെന്ന് ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ ചിലർ വിളിച്ചു കഴിയുമ്പോൾ പറയും വലിയ വലിയ ആൾക്കാരുടെ പേരൊക്കെ പറയാ. അവരൊറ്റയടിക്ക് നമ്മളാദ്യം സാറേ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയും നല്ല സുഖമെന്ന് പറയും. അപ്പൊ നമ്മള് അത് കാരണം ചെറിയൊരു പേടിയിലാണ് അതിൽ ഫോണെടുത്തത്. അത് ഞാൻ പിന്നെ രണ്ടാമത് വിളിച്ചു. അപ്പൊ ആള് മറ്റേ ശ്രുതി എന്ന് പറഞ്ഞ ഇതിലൂടെ ഉണ്ടായിരുന്നൊരു കുട്ടിയുണ്ട്, പോർക്കോർക്കിയുടെ വൈഫായിട്ടുള്ള. അപ്പൊ അവളെ വിളിച്ചതിൻ്റെ നമ്പർ എല്ലാവരും ഞങ്ങളെ കളക്ട് ചെയ്ത് വിളിച്ചതാണ്. അവളൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. എന്തായാലും അങ്ങനെ കേൾക്കുമ്പോൾ ഒരു സുഖം. എന്തായാലും
ദൈവം അനുഗ്രഹിച്ച് എന്തായാലും നമുക്ക് അഭിനയിച്ചതിന് എല്ലാവരും കഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് നല്ലൊരു ഫലം കിട്ടിയിട്ടുണ്ട് എന്തായാലും എല്ലാവർക്കും. അമ്മയുടെ അത് സത്യത്തിൽ അത് ഞങ്ങളിരുന്ന് ഒരുമിച്ച് കണ്ടപ്പോഴും, കാരണം അതൊരു സീരിയസ് ആയിട്ടൊരു മാറ്ററാണത്. കാരണം എൻ്റെ മോനെ കൊണ്ട് എല്ലാവരും ജയിച്ചു. അതിപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരുവിധം വീടുകളിൽ അമ്മമാർ പറയുന്നൊരു സംഭവമാണ്. എല്ലാവരും പോയി ഒരാൾ മാത്രം പെടുമ്പോൾ പറയും എല്ലാവരും ഉണ്ടായിരുന്നു, ഇപ്പം ഇവിടെ മോൻ മാത്രം പെട്ടു, മനസ്സിലായ കൂടെ ഉണ്ടായവരും ഇല്ല, ഇപ്പം ആരും ഇല്ല എന്നുള്ള സീൻ നോർമലി നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവേണ്ട സംഭവം അത്. അപ്പം അതിൽ നമ്മളവിടെ വളരെ സീരിയസ് ആയിട്ട് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ അവൻ്റെ നമ്മളെപ്പോഴും നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നെ അവിടെ വന്നിരുന്ന കാര്യങ്ങൾ എങ്ങനെ ഇവൻ്റെ ഇതിൽ നിന്ന് ഊരാൻ പറ്റുമല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത് പൈസ കൊടുത്ത് അവസാനിപ്പിക്കാൻ പറ്റുന്ന ആലോചിച്ചിട്ട് നിൽക്കുന്ന സമയത്തിന് എൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നത്. അപ്പം നമ്മളത് വളരെ സീരിയസ് ആയി അത് എന്ത് വർത്താനത്തെ രസങ്ങൾ നിങ്ങൾ പറയണേന്ന് നോക്കണേ. അപ്പം ഞാൻ നോക്കും, ഞങ്ങൾ നോക്കിയപ്പോൾ അതൊരു കോമഡിയായി മാറിയ പോലെ അത് സത്യത്തിൽ. അതെനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഈ സ്ലാങ്ങിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ ഒരു. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും കൈയടിച്ചപ്പോൾ സത്യത്തിൽ സന്തോഷം തോന്നി. സീരിയസ് ആയി പറഞ്ഞ കാര്യം എല്ലാവരും ചിരിക്കുന്നു. ആഹാ വെരി ഗുഡ്. അതൊരു മൂടായിരുന്നു. ഞങ്ങൾക്ക് ലാഭം കിട്ടുന്ന വിലക്ക് ഞങ്ങൾ കൊടുക്കും, നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന വിലക്ക് നിങ്ങൾ കൊടുത്തോ. പ്രപ്പോസിങ് സീൻ അത് ഭയങ്കര സൂപ്പർ ആയിരുന്നല്ലോ, അത് പറയണ്ട. ആ സീൻ പറയുകയാണെങ്കിൽ ആ സീനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം ആ സീൻ രാത്രിയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ രാവിലെ തൊട്ട് പല ഭാഗങ്ങളായിട്ട് ഷൂട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഈ സീനിന്റെ പല സീക്വൻസ് എഴുതുന്നിരുന്നത് രാത്രി സമയത്തായിരുന്നു. അപ്പോൾ ഒന്നാമത് ടയേർഡ് ആയിരുന്നു. അപ്പം അതിന്റെ എനർജി ഉണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും എനർജി ഉണ്ട്. ഒരു 8:30 ആയപ്പോഴാണ് പ്ലാൻ ചെയ്തത്. അപ്പോഴേക്കും എല്ലാ കടകളും അവിടെ അടയ്ക്കും, റോഡൊക്കെ നമുക്ക് പഴയ ക്ലോസ് ചെയ്യാം. ഒറ്റ ഷോട്ടിൽ തീർക്കുമല്ലോ, അത് ലോങ് സെഗ്മെന്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇത്ര മിനിറ്റ് എത്രയോ 6 മിനിറ്റോ 7 മിനിറ്റ് സംതിങ് ഷോട്ടാണ്, അത് കംപ്ലീറ്റ് എടുക്കാം ഒറ്റ ഷോട്ടിൽ. അപ്പം നിങ്ങൾ നോക്കാണ്ട് നാച്ചുറലായിട്ട് ആ രീതിയിൽ ആ ഫ്ലോയിൽ മാറാണ്ട് കംപ്ലീറ്റ് ആയിട്ട് നടന്നു തന്നെ പറഞ്ഞു. അപ്പോൾ 8:30 ഷോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഷോട്ട് കഴിഞ്ഞപ്പോൾ ഏകദേശം രാവിലെ 2:30-3 മണി ടൈം ആയി. അപ്പോൾ സ്ക്രിപ്റ്റിലുള്ള എക്സാക്ട് ടൈം 2:30 to 3 തുടങ്ങിയത് 8:30 ആയപ്പോഴാണ്. പക്ഷെ ഓക്കെ പറഞ്ഞത് 3 മണി ആയപ്പോഴാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഞാൻ ടൈം നോക്കി പറയുന്നുണ്ട് 2:30. അത് എൻ്റെ വാച്ചിലെ സമയം നോക്കി തന്നെ ഞാൻ പറഞ്ഞതാ. കാരണം അതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നാച്ചുറലായിട്ട് അഭിനയിച്ച് നാച്ചുറലായിട്ട് ഞാൻ പറഞ്ഞു. കാരണം ആ സീൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. നാളെ ഒരു കല്യാണം ഉണ്ട്, അപ്പോൾ എനിക്ക് പോകണം, അങ്ങനെയൊക്കെ ഒരു മൈൻഡായിരുന്നു ചെയ്തു തന്നെ. അപ്പോൾ അത് അത്രയും പെർഫെക്റ്റ് ആയതിൽ ഫുൾ ക്രെഡിറ്റ് സാറാണ്. കാരണം സാറ് ഓക്കെ അടുത്ത നെക്സ്റ്റ് ഷോട്ട് ശരിയായില്ല, അടുത്ത് സാറ് കൂടെ നിൽപ്പുണ്ടായി, കൂടെ നടക്കുമായിരുന്നു. സാറിന് ഇന്റർവ്യൂവിൽ പറയണ്ടായിരുന്നു ആ നടുപ്പ് നടന്നിരുന്നെങ്കിൽ നമ്മൾ എറണാകുളം വരെ എത്തിയേനെ. അതൊക്കെ രസമുണ്ടായിരുന്നു. സിനിമയുടെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, നല്ലൊരു അനുഭവമായിരുന്നു. കാരണം എല്ലാവരും അഭിനയിക്കായിരുന്നില്ലേ, ജീവിക്കായിരുന്നെന്ന് പറയില്ലേ, അതായിരുന്നു സത്യത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ആ ഒരു ദിവസം പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും ഈ പറഞ്ഞ മാതിരി പെട്ടെന്ന് എല്ലാവരും മിസ്സായ മാതിരി. എന്താ പറയുക, ഒരു വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങി പോകാൻ അറിയില്ല. അത് അത്രയും ദിവസം കാലത്ത് വരുന്നു, ഇടികൊള്ളുന്നു, കൂടുന്നു, മറ്റേ കെട്ടിമറിഞ്ഞ് വീഴുന്നു, അവിടെ ഇവിടെ കുളിക്കുന്നു, എല്ലാവരൊക്കെ നടക്കണ്ടെന്നുണ്ടെങ്കിലും വീണ്ടും പിറ്റേ ദിവസം കാലത്ത് വയ്യ എങ്കിലും എല്ലാവരും നല്ല എനർജിയിലായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഒരു പെട്ടെന്ന് എന്താ പറയുക എല്ലാവരും പോയി ആ ഒരു ഇതായ മാതിരി. പക്ഷെ അതിനെ കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ സന്തോഷമുണ്ട് സത്യത്തിൽ. ഇതിലിത് പറഞ്ഞത് അതിൽ എന്താ പറയുക, ലിജോനെ ഞങ്ങൾ ഫ്രണ്ട്സാണ് ചെറുപ്പത്തിൽ തുടങ്ങി, പിന്നെ നാട്ടുകാരാണ്, പിന്നെ ഞങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ എല്ലാ ദിവസവും കണ്ടുമുട്ടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഇതേമാതിരി പടത്തിൻ്റെ പ്രൊജക്റ്റ് ഇങ്ങനെ ചെമ്പനായിട്ട് ഇങ്ങനെ സംസാരിച്ച്, എനിക്ക് ചെമ്പനും അറിയാം ആദ്യം കുറച്ച് നാളെ മുമ്പ് അറിയാം, ഇവർ ബാംഗ്ലൂരേക്കുള്ള സമയത്ത് അതിന് മുമ്പൊക്കെ അറിയാം. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് എടാ നീ ഇനി കുറച്ച് നാളത്തേക്ക് ആ മുടി നാടിയൊന്നും മേടിക്കണ്ട, അതങ്ങനെ തന്നെ വളർന്നോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വെച്ച് ആരത്തേലും എന്തെങ്കിലും ഒരു ചെറിയ സീൻ ഉണ്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി. പക്ഷെ ഇത് ഞങ്ങൾക്കൊരു 3 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു അവിടെ. ഓഡിഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും സെലക്റ്റീവായ ആൾക്കാർ, മെയിൻ കുറച്ച് ഡയലോഗുകളും കാര്യങ്ങളും മെയിനുള്ള ആൾക്കാരുകൾക്ക് ഒരു 10-25 പേർക്ക് അവിടെ ഒരു 3 ദിവസത്തെ ക്ലാസ് ഉണ്ടായി. PS മാത്യു ചേട്ടൻ, പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാർ, 1-2 മാഷന്മാർ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായി, പേര് മറന്നുപോയി. അപ്പോൾ അവർ അങ്ങനെ വന്നവരെ ക്ലാസ് എടുത്ത് 2ാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞിട്ടാണ് ഈ സ്ക്രിപ്റ്റ് മുഴുവൻ വായിക്കുന്നത്. അപ്പോഴാണ് ടെണ്ണമ്മൽ തോമസ് എന്ന് പറഞ്ഞ സംഭവം. അത് ശരി. അപ്പൊ സത്യത്തിൽ ഞാനിത് കഴിഞ്ഞപ്പോ ഞാൻ ലിജോന്റെ അടുത്ത് ചോദിച്ചു, ഈ ഡയലോഗും കൂടെ ഞാൻ തന്നെ പറഞ്ഞു കൂട്ടണ്ടേ, ഇത് ശരിയാവോ എന്ന് വെച്ചു. അത് നീ കൊണ്ടേ പഠിച്ച, വേറെ സമയം കളയണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ കാണാപ്പാടം പഠിച്ച് പറയണല്ലേ, അത് വേണ്ടി വരുന്നു. ഓ ശരി. പിന്നെ അത് ഒരു മൂടായിട്ട് അങ്ങനെ പോയി അത്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയണ, എന്നോട് പലരും ചോദിച്ചു ഇങ്ങനെ മുമ്പേ അത് ചെയ്തതാണ് അല്ലെങ്കിൽ നാടകത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഡ്രാമ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്.
പക്ഷെ നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്ത ഒരാളാണ്. ഇത് സത്യത്തിൽ നമ്മളിങ്ങനെ ലിജോ ആയതിൻ്റെ പേരിൽ അവൻ പറഞ്ഞു, നമ്മളങ്ങനെ ആ ഒരു സീനിൽ വന്നു. ഇപ്പോൾ സന്തോഷമുണ്ട് എല്ലാവരും ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ. പിന്നെ എന്നോട് ഇപ്പോൾ പ്രിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ മറ്റേ അതിൻ്റെ വലിയൊരു കാര്യമാണ്. ജോഷി സാറ് വന്നിട്ടുണ്ടായിരുന്നു, ശ്രീമലി സാറ് വന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഇങ്ങനെ ഇയാൾ ടെണ്ണമ്മൽ എന്തൊരു ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ എന്നൊന്നു. ഞാൻ മുടി വെട്ടിയിട്ടുണ്ട്, പിന്നെ നേരെയില്ല, നന്നായിരുന്നു, എന്തായാലും കൊള്ളാൻ കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതങ്ങനെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായി. പിന്നെ ഇതിനിടയിൽ ആൽജു സാറ് വിളിച്ചു കഴിഞ്ഞിട്ട് വിജയ് ബാബു അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ടെണ്ണമ്മലായിട്ട് അഭിനയിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വിജയ് ഭായി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ നിന്നെ അങ്ങനെ ആൾ വിളിച്ച് അന്വേഷിച്ചു എന്ന് തോന്നുന്നു. പള്ളിപ്പെരുന്നാളു കൂടി പിന്നെ ആരാരും കാണാതെ നെഞ്ചിൽ ഒരു ഫിലിം അഭിനയിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞങ്ങളെ കൊണ്ടുവന്നതും ഞങ്ങളൊരു ഫാമിലി പോലെയാണ് ആദ്യം തന്നെ ഞങ്ങളെ ആക്കിയത്. ഒരാഴ്ചത്തെ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ ഞങ്ങളെല്ലാവരും പരസ്പരം പരിചയപ്പെടുകയും എല്ലാവരുമായിട്ട് നല്ലൊരു കോർഡിനേഷൻ ഉണ്ടാക്കുകയും ഒരു ടീം വർക്ക് ഉണ്ടാക്കിയത് ഞങ്ങളൊരു കുടുംബം എന്നൊരു ഫീലിംഗ് ഞങ്ങൾക്ക് തന്നെ വന്നു. അങ്കമാലി ഡയറീസിലെ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെയാണ് ഞങ്ങളെ കൊണ്ടു നടന്നതും. അത് കാരണം നമ്മുടെ ഒരു സീൻ വരുമ്പോൾ ഈവൻ ഡയലോഗ് പോലും ഞങ്ങൾ കാണപ്പടം പഠിച്ചിട്ടല്ല പറയണേ. നമ്മൾ സ്ക്രിപ്റ്റ് കുറേ വായിച്ച് കുറേ സ്ക്രിപ്റ്റ് റീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേട്ട് അതേ ഫ്ലോയിൽ അതങ്ങനെ പറഞ്ഞു പോകും. അതൊക്കെ ലിജോ സാറിനും എടുക്കുക. പിന്നെ ഒന്നും വേണ്ട, ചെമ്മൻ ചേട്ടനും എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പുതിയ നടി ആയിട്ട് എല്ലാവരും കണ്ടേക്കണേ, അവരുടെ കുടുംബത്തിലുള്ള ഒരു അംഗം അങ്ങനെ ഫീൽ ചെയ്തത്. അത് കാരണം എനിക്ക് അവരോടൊക്കെ വർത്തമാനം പറയുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു, എന്താ പറയുക എന്താ ചെയ്യുക. പക്ഷെ അങ്ങനെ ഒരു തോന്നലേ അവർ തോന്നിപ്പിച്ചിട്ടില്ല. കാഷ്വൽ ആവാ, പറഞ്ഞുള്ളത് തുറന്ന് പറയാ, ചെയ്യാൻ പറ്റുന്നത് പെർഫെക്റ്റ് ആക്കുക. അങ്ങനെ നല്ല കംഫർട്ട് സോൺ ആയിരുന്നു മോൾ എക്സ്പീരിയൻസ്. ഇതിലും ഒരു നേഴ്സ് ട്യൂട്ടറായിട്ടാണ്, എന്നുവെച്ചാൽ HOD ആയിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് HOD എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിക്കുക. എൻ്റെ HODമാരൊരു ചിരിക്കുക, നീയോ HODയോ എങ്ങനെ അഭിനയിക്കാൻ അറിയോ അങ്ങനെ. കാരണം ഞാൻ അവിടെയും ഭയങ്കര സിമ്പിളാണ്, ആരെയും കണ്ടാലും എല്ലാവരുടെയും ഈക്വലാണ്. അപ്പോൾ ചെയ്യാൻ പറ്റി. ഫീൽ അതും ഒരു ടെസ്റ്റാണ്. രാജഗിരി ഹോസ്പിറ്റലിൽ ഒരു ഹോർഡിങ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പം ഞങ്ങൾ കുറേ പേരെ സെലക്ട് ചെയ്തു. അപ്പം അന്ന് ഡ്യൂട്ടിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. അപ്പം അതിൽ ജസ്റ്റ് ഫോട്ടോ എടുത്തു, അത് ഹോർഡിംഗ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടു. അത് കണ്ട് ടോളിൻസിലെ വൈഫ് അത് നമ്മുടെ വിജയ് ബാബു കണ്ടു. അത് ലിജോ സാറിനോട് സംസാരിച്ചു. ലിജോ സാറ് പറഞ്ഞു, ഓക്കെ ഈ ക്യാരക്ടർ ഇവിടെ തന്നെ മതി. അങ്ങനെ എന്നെ തപ്പിയിട്ട് ആർക്കും ഒരു ഐഡിയ ഇല്ല. ആ രാജഗിരി ഹോസ്പിറ്റലിൽ ഞാൻ ഇല്ലെന്നാണ് എല്ലാവരും പറയണത്. ആർക്കും ഒരു ഐഡിയ ഇല്ല. അവസാനം ടോളിൻസിന്റെ ലാസ്റ്റ് ആയിട്ട് ടോളിൻസ് സാറിന്റെ വൈഫിനോടൊന്ന് പറഞ്ഞു. വൈഫ് വന്നിട്ട് അവിടുത്തെ ഏതോ ഒരു നേഴ്സിംഗ് സിസ്റ്ററിന്റെ നമ്പർ വാങ്ങി, ഇങ്ങനത്തെ കൊച്ചവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പുറത്തു പോകാൻ നിൽക്കുന്ന സമയത്ത് വന്നിട്ട് എന്നോട് പറയും, ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ടോ, ചെയ്യുന്നുണ്ടോന്ന്. നോക്കാം. അങ്ങനെ വന്നാണ് ഞാൻ ഇവിടെ വന്നിട്ട് എത്തിയേക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാവരോടും ചെയ്തു നോക്കാം. എന്നെ ലിച്ചിട്ട് തന്നെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. റിവ്യൂസൊക്കെ ഞാൻ കാണുന്നുണ്ട്, എനിക്ക് ഫ്രണ്ട്സൊക്കെ അയച്ചുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. ഫിലിം കാണാം, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും അതുമാതിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഫിലിമിന് വേണ്ടി. ഊണും ഉറക്കമില്ലാണ്ട് ഫുൾ ടൈം ആക്ട് ചെയ്ത് ഫുൾ സഹിച്ച് ഇതിൻ്റെ ബാക്ക് വർക്കേഴ്സ് ബിഹൈൻഡ് ദ ക്യാമറ സാർ കുറേ പേരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ സ്വപ്നത്തിൻ്റെ ഫലമാണ് ഈ ഒരു എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് അങ്കമാലി ഡയറീസ് ഒരു കട്ട് ലോക്കൽ. സോ എല്ലാവരും കട്ടയ്ക്ക് പോയി കാണാം, ഫിലിം വിജയിപ്പിക്കാം. പ്രേക്ഷകരോട് എന്താ പറയാ, അങ്കമാലി ഡയറീസ് പോയി കാണാ. എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും എന്നിട്ട് പറയാ സഹകരണം കാര്യങ്ങളാണ് ഞങ്ങൾ ഇനി മുന്നോട്ട് നയിക്കുന്നത് എന്താവുന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണാ, വിജയിപ്പിക്കുക, പ്രാർത്ഥിക്കുക.